ബഗീര. നമ്മുടെ പ്രശാന്ത് നീലിന്റെ കഥയാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. നമ്മുടെ ഡയറക്ടർ സൂര്യയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ശ്രീമുരളി, രുക്മിണി വസന്ത് എന്നിവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു നായകന്റെ കുട്ടിക്കാലം കാണിക്കുന്നു. സൂപ്പർ ഹീറോ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അവസാനം അമ്മയുടെ ഒരു ഇടപെടൽ ഉണ്ടാവും. ഇപ്പോൾ കുറേ പടങ്ങളിൽ അമ്മമാര് പവറാണല്ലോ. അമ്മന്റെ ഇതിന് മൂലം സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ പവർ ഉണ്ടെങ്കിൽ മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്നതും സൂപ്പർ ഹീറോ ആണ് എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനോട് ഉള്ള ഒരു ബഹുമാനവും അല്ലെങ്കിൽ ആദരവ് ആളെ ഒരു പോലീസ് ഓഫീസർ ആക്കുകയാണ്. പിന്നീട് പ്രസന്റിൽ കാണിക്കുന്ന പോലീസ് ഓഫീസർ ആയിട്ടുള്ള വേദാന്ത് എന്ന പോലീസ് ഓഫീസർ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അക്രമത്തിനെതിരെ പോരാടുന്ന ഒരു നായകൻ, സ്ഥിരം നമ്മളെ പോലീസ് കഥാപാത്രങ്ങളായിട്ടുള്ള നായകന്റെ കഥാപാത്രമാണ്. ഒരു പോയിന്റിൽ തൻ്റെ ഈ പോലീസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നും താൻ വിചാരിച്ചതൊന്നുമല്ല ശരിയെന്ന് മനസ്സിലാകുന്ന നായകൻ അവരെ ശിക്ഷിക്കാനായി മറ്റൊരു മാർഗം ഉപയോഗിക്കുകയാണ്. അതായത് ഒരു എല്ലാവരുടെയും മുമ്പിൽ ഒരു നോർമൽ പോലീസ് ഓഫീസറാണ്, കറപ്റ്റഡ് ആണ്, പക്ഷെ അതിന് പുറകിൽ ആരും അറിയാത്ത ഒരു ശിക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പൊ അതൊരു സൂപ്പർ ഹീറോ ആയി പേര് കൊടുത്ത് പിന്നീട് എല്ലാ അക്രമങ്ങൾക്കെതിരെ ആ സൂപ്പർ ഹീറോ ഇതാക്കുകയാണ്. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമകൾ നമുക്കറിയാം, ആക്രമണത്തിനെതിരെ വില്ലന്മാർക്കെതിരെ പോരാടുന്ന ഒരു നായകന്റെ കഥാപാത്രം ഉണ്ടാവില്ല. അതിലൊരിക്കൽ ഒരു സൂപ്പർ ഹീറോ എന്നൊരു കൺസെപ്റ്റ് കൂടെ ഉള്ളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ആവറേജ് കമേഴ്ഷ്യൽ സ്റ്റഫാണ് ബഗീര എന്ന സിനിമ ത്രൂ ഔട്ട് ഒരേ ലെവലിൽ പോകുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഹൈ മൊമെന്റ് ഒന്നും തോന്നിയില്ല. കാരണം ഭയങ്കര പ്രഡിക്റ്റബിലിറ്റി ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കും. നമുക്കറിയാം കഥ എങ്ങനെയൊക്കെ പോകും, എങ്ങനെയൊക്കെ അവസാനിക്കും എന്നുള്ളത്. രുക്മിണി വസന്തിന്റെ കഥാപാത്രം ഒരു ടിപ്പിക്കൽ നായിക എന്നുള്ളതിലപ്പുറം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആളിനെ കാണിക്കുമ്പോൾ ഉള്ള ഒരു ക്രിഞ്ച് സീനും നമ്മളെ ഒന്നും മടുപ്പിക്കാൻ തോന്നുമെങ്കിലും വളരെയധികം അതിലോട്ടൊക്കെ അങ്ങനെ കടക്കാതെ പെട്ടെന്ന് തന്നെ അത് നിർത്തി കഥയിലേക്ക് വന്നത് നന്നായി. എന്തായാലും അങ്ങനെ വലിയ വെറുപ്പിക്കലൊന്നുമില്ല. സിനിമയിൽ ഉടനീളം അങ്ങനെ അത്രയ്ക്ക് വലിയ സീനൊന്നുമില്ല. ചില സീനുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കുറേ സിനിമകൾ കണ്ട് പരിചിതമായ കുറേ സീനുകൾ ഉണ്ടെന്നല്ലാതെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പ്രഡിക്റ്റബിലിറ്റി ഒരു പ്രശ്നമായിരുന്നു. ആക്ഷൻ സീൻസ് നന്നായിരുന്നു. ശ്രീമുരളി പുള്ളിയുടെ ഫിസിക്കും കാര്യങ്ങളൊക്കെ ആ റോളിന് പക്ക ആപ്റ്റായിരുന്നു. പിന്നീട് വന്ന പ്രകാശ് രാജ് ആയാലും എല്ലാവരും ആ ഒരു പുള്ളിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇങ്ങനെ ഈ റോൾ അവസാനം ഇങ്ങനെ ആവുള്ളൂ. അപ്പോൾ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി വലിയൊരു പോരായ്മയാണ്. പിന്നെ അജനീഷ് ലോക്നാഥിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയ്ക്ക് ഒരു പോസിറ്റീവാണ്. എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് ഒരു ഫീൽ ചെയ്ത ഒരു ആവറേജ് മൂവി ആയിട്ടാണ് ബഗീര തോന്നിയത്. കാരണം ഒരു വലിയൊരു അപ്പായിട്ട് ഒരു ഹൈ ആയിട്ടൊന്നും സിനിമ പോകുന്നില്ല എപ്പോഴും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.